നല്ലൊരു വിഭാഗം കുട്ടികളെയും മാതാപിതാക്കൾ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരുമ്പോൾ പറയാറുള്ള കാര്യങ്ങളാണ് അരി എടുത്ത് തിന്നുന്നു, അതുപോലെ തന്നെ കല്ല് പെറുക്കി തിന്നുന്നു, ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ നഖം കൂടി നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് അതാ സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാനും കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ശരിക്ക് ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആ നഖം നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ നഖങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടറെ സമീപിക്കാനും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനും സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. നമ്മുടെ ചർമ്മത്തിൻ്റെ അപ്പൻഡേജസ് അല്ലെങ്കിൽ അനുബന്ധ ഘടകങ്ങളായിട്ട് പറയുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് നമ്മുടെ നഖവും, 2 നമ്മുടെ മുടിയും. അതിൽ നമ്മുടെ നഖങ്ങളിൽ പലപ്പോഴായി പല രീതിയിൽ വരുന്ന ചേഞ്ചസ്, ചിലപ്പോൾ നഖങ്ങളുടെ മാത്രം പ്രശ്നമാവാം, അല്ലെങ്കിൽ മറ്റ് പല അവസരങ്ങളിലും ഇത് ആന്തരികമായ മറ്റ് അസുഖങ്ങളുടെ പുറമേയുള്ള ബാഹ്യ ലക്ഷണങ്ങളാവാനും സാധ്യതയുണ്ട്. സാധാരണ ഈ നഖം വളർന്നു തുടങ്ങുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ 20ാമത്തെ ആഴ്ച മുതലാണ് ഈ നെയിൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നെയിൽസ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഈ വളർച്ച കാണുന്നത് കുട്ടികളിലാണ്. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വളർച്ചയിൽ കുറച്ച് കുറവ് വരാറുണ്ട്. നമ്മുടെ കൈകളിലെ നഖങ്ങൾ ഏകദേശം 0.5 to 5 മില്ലിമീറ്റർ 0.5 to 5 മില്ലിമീറ്റർ പെർ മന്താണ് വളരുന്നത്. ഇത് തന്നെ കാലുകളിലെ നഖങ്ങൾ ഏകദേശം ഇതിൻ്റെ പകുതി സ്പീഡിലേ വളരുന്നുള്ളൂ. നമ്മൾക്ക് കൈകളിലെ നഖങ്ങൾ വെട്ടുന്ന അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കാലുകളിലെ നഖങ്ങൾ വെട്ടേണ്ടി വരാറില്ലല്ലോ. അപ്പോൾ ഈ നഖങ്ങളിൽ വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ച് കുട്ടികളിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് നഖങ്ങളിൽ വരുന്ന ചേഞ്ചസ്. അത് കുട്ടികളിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാരകമായ ഡെഫിഷ്യൻസീസ് ഒരു പ്രധാന കാരണമാകാം. അത് ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നഖത്തിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, അതിൻ്റെ കളറിൽ വരുന്ന വ്യത്യാസങ്ങൾ. 2, അതിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അപ്പിയറൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ. കളറിൽ വരുന്ന വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 തരത്തിലാണ് അതുള്ളത്. ഒന്ന്, വൈറ്റ് നെയിൽസ്. വൈറ്റ് നെയിൽസ് എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ നഖം, സാധാരണ നഖത്തിൻ്റെ മുകൾ വശം ഒരു പിങ്ക് കളറും ഏറ്റവും താഴെ ഒരു ഹാഫ് മൂൺ പോലെ ചെറിയൊരു വൈറ്റിഷ് ഒരു ഭാഗവും ഉണ്ടാകും. ഈ വൈറ്റ് നെയിൽസിൽ ചിലപ്പോൾ ഈ നഖം മൊത്തമായി വൈറ്റ് ആകുന്നു, അല്ലെങ്കിൽ ചെറിയ ഒരു പിങ്ക് ബാൻഡോട് കൂടി ബാക്കി മൊത്തമായിട്ട് വൈറ്റ് കളറാകുന്നു. വൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ക വൈറ്റ് അല്ല, ഈ ഒരു പിങ്ക് കളർ നഷ്ടപ്പെട്ട് ആ ഒരു വൈറ്റ് സ്റ്റിഞ്ചിലേക്ക് പോകുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ സിസ്റ്റമിക് അസുഖങ്ങളായ കിഡ്നി അസുഖങ്ങൾ, ലിവർ അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ക്രോണിക് ഇൻഫെക്ഷൻസ്, ഇതിലൊക്കെ തന്നെ ഈ ഒരു വൈറ്റ് നെയിൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു വൈറ്റ് നെയിൽ വിത്ത് ഒരു പിങ്ക് ചെറിയൊരു ബാൻഡോട് കൂടി കാണുന്ന നഖത്തിന് പറയുന്നത് ടെറീസ് നെയിൽസ് എന്നാണ്. ടെറീസ് നെയിൽസ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ നഖങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ കണക്കാക്കുക. അതിനു വേണ്ട മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഒന്ന് വൈറ്റ് നെയിൽസ്. ഇനി രണ്ടാമതായിട്ട് യെല്ലോ നെയിൽസ്. യെല്ലോ നെയിൽസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസിലൂടെയാണ്. അതുപോലെ തന്നെ ക്രോണിക് സ്മോക്കേഴ്സിൽ ഈ യെല്ലോ നെയിൽസ് സാധാരണയായിട്ട് കാണാറുണ്ട്. ജോണ്ടിസ് പോലെയുള്ള നമ്മുടെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ബിലിറൂബിൻ മെറ്റബോളിസത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴും യെല്ലോ കളർ നെയിലിനും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ തന്നെ ഒരു യെല്ലോ ടിഞ്ച് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ കാണാറുണ്ട്. ഇതുകൂടാതെ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്കോ സിറോസിസ് ഓഫ് ലിവർ ഉള്ളവർക്കോ ഒക്കെ തന്നെ ഈ ഒരു യെല്ലോ ഡിസ്കളറേഷൻ ഓഫ് നെയിൽസ് കാണാം. അതുപോലെ യെല്ലോ നെയിൽ സിൻഡ്രോം എന്ന ഒരവസ്ഥ പലപ്പോഴും കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ശ്വാസകോശ അസുഖങ്ങളുള്ളവർക്കും ഈ ഒരു യെല്ലോ നെയിൽ സിൻഡ്രോം എന്ന അസുഖം കാണാറുണ്ട്, എന്ന ഒരു നെയിൽ ചേഞ്ചസ് കാണാറുണ്ട്. അടുത്തതായി കളറിൽ വരുന്ന ചേഞ്ചസ് ബ്ലൂ കളർ നെയിൽസാണ്. ബ്ലൂ കളർ നെയിൽസ് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ്. ഒരുപാട് അവസരങ്ങളിൽ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകാം. ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടോ ലങ്സുമായി റിലേറ്റഡ് ആയിട്ടോ ഒക്കെ തന്നെ ഓക്സിജൻ അളവ് കുറയുമ്പോൾ
നമ്മുടെ നഖങ്ങൾക്ക് ഒരു ബ്ലൂയിഷ് ടിഞ്ച് വരാറുണ്ട്. അത് മറ്റ് പല ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കാം, പക്ഷേ പെട്ടെന്ന് നഖങ്ങളിലൊക്കെ അത് വളരെ പ്രകടമായി കാണും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഓക്സിജൻ കുറയുന്നത് നമ്മളറിയുന്നില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ ആ സമയത്തും വന്നുകൂടായില്ല. അപ്പോൾ ബ്ലൂ കളറിന് ഒരു പ്രധാന കാരണം അതാണ്. ഇനി സിൽവർ പോയ്സണിങ്, ഇത് കൂടുതലായും കാണുന്നത് സിൽവർ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സിൽവർ മൈൻസിൽ വർക്ക് ചെയ്യുന്നവർക്കോ ഒക്കെ തന്നെ ഈ ഒരു ബ്ലൂയിഷ് ടിഞ്ചുള്ള നെയിൽസ് കാണാറുണ്ട്. ഇതുകൂടാതെ ബ്ലൂ കളർ നെയിൽസ് കാണാനുള്ള വേറൊരു കാരണം ചില ടൈപ്പ് ഓഫ് മെഡിസിൻസ്, പ്രത്യേകിച്ച് മലേറിയയ്ക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർക്കൊക്കെ ബ്ലൂ കളർ നെയിൽസ് കാണാറുണ്ട്. വീണ്ടും ഒക്യുപ്പേഷണൽ നെയിൽ ചേഞ്ചസ് ആയിട്ട് റേഡിയേറ്റർ ഇൻഡസ്ട്രി, അതായത് കാറുകളുടെയും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെയും ഒക്കെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ ഓക്സാലിക് ആസിഡുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം മൂലവും ഇത്തരത്തിലുള്ള ബ്ലൂ കളർ നെയിൽസ് കാണാൻ സാധ്യതയുണ്ട്. HIV പോലെയുള്ള ഇൻഫെക്ഷൻസിൽ ബ്ലൂ കളർ നെയിൽസ് കാണാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്ലൂ കളർ നെയിൽസുമായി റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഒക്യുപ്പേഷണൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില മരുന്നുകളുമായി റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ ബ്ലൂ കളർ നെയിൽസ് കാണാറുള്ളത്. കളറുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ 3 ടൈപ്പാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് വൈറ്റ് കളർ നെയിൽസ്, യെല്ലോ കളർ നെയിൽസ് ആൻഡ് ബ്ലൂ കളർ നെയിൽസ്. ഇനി സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, അതായത് അതിൻ്റെ അപ്പിയറൻസിൽ വരുന്ന വ്യത്യാസം, അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങളുടെ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ കൊയിലോനിക്കിയ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് നെയിലാണ്. അതായത് സ്പൂൺ ഷേപ്ഡ് നെയിൽ എന്നാണ് അതിന് പറയുന്നത്. മെഡിക്കൽ ടേം കൊയിലോനിക്കിയ എന്നുള്ളതാണ്. ശരിക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ ആ ഒരു കുഴി പോലെ നിൽക്കുന്ന ഭാഗത്ത് ഒഴിച്ചാൽ അതവിടെ തങ്ങി നിൽക്കും. അത്ര ഡീപ്പായിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്കവേഷൻ, ഒരു സ്പൂൺ ഷേപ്ഡ് കേവ്ഡ്, ഉള്ളിലേക്ക് കേവ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇത് കുട്ടികളിൽ വളരെ കോമൺ ആണ്. ഇതിൻ്റെ പ്രധാന കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. അപ്പോൾ നഖത്തിൽ വരുന്ന ചേഞ്ചസ്, അത്തരത്തിലുള്ള കുട്ടികൾ പലപ്പോഴും ദഹിക്കാൻ പ്രയാസമുള്ള പച്ച അരി കഴിക്കുക അല്ലെങ്കിൽ ചെറിയ കല്ല് പെറുക്കി തിന്നുക, ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നഖം നോക്കിയാൽ ഈ ഒരു വ്യത്യാസം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അതൊരു അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യണം, കാരണം അത് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ് പിറ്റിംഗ്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സോറിയാസിസിലാണ്. ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ നഖത്തിൽ മൊത്തമായിട്ട് ഒന്നോ അതിലധികമോ നഖങ്ങളെയൊക്കെ ബാധിക്കാം. കൂടുതലായും കൈകളിലെ നഖങ്ങളിൽ ചെറിയ ചെറിയ ഓട്ടകൾ പോലെ, ചെറിയ ചെറിയ കുത്തുകൾ പോലെ നെയിൽ മൊത്തമായിട്ട് പിറ്റിംഗ് എന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് സോറിയാസിസിൻ്റെ ഒരു ക്ലാസിക്കൽ നെയിൽ ചേഞ്ചാണ്. അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള അസുഖങ്ങൾ രൂക്ഷമാകുമ്പോഴും ഈ ഒരു പിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന നെയിൽ ചേഞ്ചാണ് പാരോനെക്കിയ. ഇത് നമ്മുടെ നെയിൽ ബെഡിനെയും ചുറ്റുമുള്ള ഭാഗങ്ങളെയും ഒരു ഇൻഫെക്ഷൻ, കൂടുതലായും ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് ആ ഭാഗം കളർ ചേഞ്ച് വരികയോ അല്ലെങ്കിൽ പഴുത്ത് വീങ്ങുകയോ ഒക്കെ ചെയ്യാറുണ്ട്. കാലക്രമേണ അത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നെയിൽ ബെഡ് അതിൻ്റെ താഴെയുള്ള ഭാഗത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പാരോനെക്കിയ ഒരു ഇൻഫെക്ഷനുമായി റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും കാണുന്നത്. ഇനി സ്പ്ലിറ്റ് അല്ലെങ്കിൽ ക്രാക്ക്ഡ് നെയിൽസ്, അതായത് നഖങ്ങൾ പൊട്ടിപ്പോകുക അല്ലെങ്കിൽ പിളർന്നു പോകുക, ഇത് കൂടുതലായിട്ടും മറ്റ് സിസ്റ്റമിക് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടോ പലപ്പോഴും സംഭവിക്കാം. പ്രത്യേകിച്ച് കാൽസ്യം, സിങ്ക് ഒക്കെ ഡെഫിഷ്യൻസി, ഇതും പലപ്പോഴും കുട്ടികളിൽ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു ടെൻഡൻസിയാണ്. ആ ക്രാക്ക്ഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റ്, നെയിൽ കട്ടായി പോകുന്നൊരവസ്ഥ. അപ്പോൾ അതും സ്ട്രക്ചറലായിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഇനി നെയിലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒരു ഡാർക്ക് ലൈൻ, ഇത് വളരെ അപൂർവമായിട്ട് ചില ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നെയിലിൻ്റെ ഏറ്റവും താഴെ ഡാർക്ക് ബ്ലാക്ക് ബാൻഡ് കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നഖത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ ഗ്രൂവ്സ്, അതായത് ഇങ്ങനെ നഖത്തിൽ ഈ ഹൊറിസോണ്ടലി വരുന്ന ഗ്രൂവ്സ്, ഇത് പലപ്പോഴും സിസ്റ്റമിക് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. ലിവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ കിഡ്നി അസുഖങ്ങളുമായി ബന്ധപ്പെട്ടോ, ക്രോണിക് കിഡ്നി ഫെയിലിയറോ, സിറോസിസ് ഓഫ് ലിവർ, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളുടെ എന്തെങ്കിലും തകരാറുകളോ, ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ, ചില ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസീസ് ഇൻക്ലൂഡിങ് സിങ്ക് ഡെഫിഷ്യൻസി ഒക്കെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ്, അതിന് പറയുന്നത് ബ്യൂസ് ലൈൻസ് എന്നാണ്. ഈ ബ്യൂസ് ലൈൻസ് പലപ്പോഴും ഇത്തരത്തിലുള്ള സിസ്റ്റമിക് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും വരാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നെയിൽ സ്ട്രക്ചറൽ ചേഞ്ചാണ് ക്ലബിംഗ് എന്ന് പറയും. ക്ലബിംഗ് എന്നാൽ നമ്മുടെ ഈ താഴെയുള്ള ഭാഗവും നെയിലും തുടങ്ങുന്ന ഭാഗം മുതൽ ഒരു
പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കർവ് രൂപപ്പെടുക. പലപ്പോഴും ഇതിൻ്റെ ഒരു സ്റ്റേജിനെ പാരറ്റ് ബീക്ക്, അതായത് തത്തമ്മയുടെ ചുണ്ട് പോലെ അത്രയും വളഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിൽ ഈ ക്ലബിംഗ് എന്ന അവസ്ഥ കാണാം. ഇത് നമുക്ക് പല അസുഖങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഈ നഖത്തിൻ്റെ ക്ലബിംഗ് ഉണ്ടെങ്കിൽ തന്നെ ആന്തരികമായി സിസ്റ്റമിക് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ നിൽക്കുന്നു എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക് അപ്പിയറൻസ് എന്ന് പറയും, അതായത് നമ്മുടെ മുരിങ്ങക്കായയുടെ ഓരോ ഭാഗങ്ങളിങ്ങനെ തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു കട്ടായിട്ട് നിൽക്കുന്ന അതുപോലെ ഡ്രം സ്റ്റിക്ക് അപ്പിയറൻസ് അല്ലെങ്കിൽ പാരറ്റ് ബീക്ക് അപ്പിയറൻസ് ഒക്കെ തന്നെ ഈ ക്ലബിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇത് കൂടുതലായിട്ടും ട്യൂബർകുലോസിസ് പോലെയുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻസോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ സിറോസിസ് ഓഫ് ലിവർ പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ദീർഘകാലമായി ശരീരത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ലങ്സിൻ്റെ മറ്റെന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഫൈബ്രോസിസ് അതുപോലത്തെ അവസ്ഥകളൊക്കെ തന്നെ ഈ ക്ലബിംഗ് കാണാറുണ്ട്. ശരിക്ക് ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആ നഖം നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ നഖങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ ഇതൊരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടറെ സമീപിക്കാനും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനും സാധിക്കും. മറ്റൊരു നെയിൽ പ്രശ്നമാണ് ഗ്രീൻ നെയിൽ സിൻഡ്രോം. ഇത് ഏറ്റവും കോമൺ ആയിട്ട് സ്യൂഡോമോണാസ് എന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം വരുന്നതാണ്. ശരിക്ക് നല്ല ഒരു പക്ക ചെറിയ ഇളം പച്ച നിറത്തിലുള്ള നെയിൽ ചേഞ്ചസ് വരികയും നെയിലിൻ്റെ അടിഭാഗത്ത് കുറച്ച് അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരികയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്രീൻ നെയിൽ സിൻഡ്രോം. ഇത് സ്യൂഡോമോണാസ് എന്ന ഒരു ഇൻഫെക്ഷനുമായി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ നഖങ്ങളാണ്. കാരണം നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സിംറ്റംസൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഒരു 4-5 വയസ്സോ വരെയൊക്കെ പ്രായമുള്ള കുട്ടികളിൽ അവരുടെ ഒരു എന്തൂസിയാസം കാരണം അവർ നല്ലതുപോലെ ഓടി കളിക്കുന്നുണ്ടാകാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഞാനിത് എടുത്തു പറയാൻ കാരണം പ്രധാനമായും ആ ഒരു കോയിലോനൊക്കെ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയുമായി റിലേറ്റഡ് ആയിട്ടാണ്. കാരണം നല്ലൊരു വിഭാഗം കുട്ടികളെയും മാതാപിതാക്കൾ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരുമ്പോൾ പറയാറുള്ള കാര്യങ്ങളാണ് അരി എടുത്തു തിന്നുന്നു, അതുപോലെ തന്നെ കല്ല് പെറുക്കി തിന്നുന്നു, ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ നഖം കൂടി നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് അതാ സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാനും കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ദീർഘകാലം ഒരു പ്രശ്നം നിൽക്കുമ്പോഴാണല്ലോ അത് മറ്റൊരു സ്റ്റേജിലേക്ക് മാറുന്നത്. അതുകൊണ്ട് യഥാസമയത്ത് അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ നഖങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അസുഖങ്ങളെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.